ഹായ്, ഹലോ, വെൽക്കം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്ക് കാനഡയുടെ സ്റ്റഡി ഓപ്ഷൻസിനെ പറ്റിയാണ്. സോ ഒരു സ്റ്റഡി അബ്രോഡ് ഡെസ്റ്റിനേഷനെ പറ്റി ചിന്തിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ കാനഡയാണ്. കാരണം പഠനത്തിന് ശേഷം സെറ്റിൽമെൻറ്റിലേക്കും പി ആറിലേക്കൊക്കെ പോകാൻ പറ്റിയ ഏറ്റവും വലിയ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു രാജ്യമാണ് കാനഡ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം സ്റ്റുഡൻസ് പഠിക്കാൻ വേണ്ടി പോകണം എന്നാഗ്രഹിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് കാനഡ. കാനഡയെ പറ്റി നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, കാനഡ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. നമുക്കൊരു 55% മാർക്ക് ഉണ്ടെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറേ അധികം യൂണിവേഴ്സിറ്റീസും കോളേജസും നമുക്ക് കാനഡയിൽ അവൈലബിൾ ആണ്. +2 കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റിന് പോകാൻ പറ്റുന്ന ഏറ്റവും മികച്ച ക്യാമ്പസുകൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് കാനഡ. സോ ഇനി നമുക്ക് കാനഡയുടെ ഒരു ജോഗ്രഫിക്കൽ സ്ട്രക്ചർ ഒന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും, നോർത്തേൺ അമേരിക്കയിൽ പെടുന്ന ഒരു കൺട്രിയാണ് കാനഡ എന്ന് പറയുന്നത്. US-നോട് ചേർന്ന് കിടക്കുന്ന ഒരു കൺട്രി. ഇതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒൻറ്റാരിയോ പ്രൊവിൻസിലെ ഒറ്റാവ എന്ന് പറയുന്ന സിറ്റിയാണ് കാനഡയുടെ ക്യാപിറ്റൽ. നമ്മൾ ഇന്ത്യയിലെ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് പോലെ കാനഡയിൽ പ്രൊവിൻസുകളാണുള്ളത്. കാനഡയിൽ നമുക്ക് 10 പ്രൊവിൻസുകളും 3 യൂണിയൻ ടെറിട്ടറികളുമാണ് ഉള്ളത്. ആ 10 പ്രൊവിൻസുകളും 3 യൂണിയൻ ടെറിട്ടറികളും ഉൾപ്പെടുന്ന ഒരു കൺട്രിയാണ് കാനഡ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഒറ്റാവയാണ് ഇതിൻ്റെ ക്യാപിറ്റൽ എന്ന്. ലോകത്തിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രിയാണ് കാനഡ. ലാൻഡ് ഓഫ് ഇമിഗ്രൻസ് എന്നാണ് കാനഡയെ പറ്റി അറിയപ്പെടുന്നത്. മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയാണ് കാനഡയിലുള്ളത്. അതേപോലെ തന്നെ ബയോടെക്നോളജി, എയറോസ്പേസ്, ഫാർമസ്യൂട്ടിക്കൽ, ടെലികമ്മ്യൂണിക്കേഷൻ ഈ മേഖലകളിലെല്ലാം വളരെ അധികം ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കൺട്രിയാണ് കാനഡ. കറൻസി എന്ന് പറയുന്നത് കനേഡിയൻ ഡോളറാണ് കറൻസി എന്ന് പറയുന്നത്. 80% കാനഡയുടെ പോപ്പുലേഷൻ 250 കിലോമീറ്റർ, അതായത് US-നോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ കാനഡയുടെ പോപ്പുലേഷൻ തന്നെ താമസിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിലേക്കാണ് കൂടുതൽ ആളുകളെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കാനഡ ഇൻവൈറ്റ് ചെയ്യുന്നത്. സോ ഇമിഗ്രൻസിനും അതേപോലെ തന്നെ സ്റ്റുഡൻസിനും ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൺട്രിയാണ് കാനഡ. നമ്മൾ ഈ ഒരു കാനഡയെ പറ്റിയുള്ള സ്റ്റഡി ഓപ്പർച്യൂണിറ്റീസ്, അതേപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒരു സ്റ്റുഡൻറ്റ് കാനഡ സെലക്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് കാനഡ സെലക്ട് ചെയ്യണം? നമുക്ക് +2 കഴിയുന്ന ഒരു സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ഡിഗ്രി കഴിയുന്ന ഒരു സ്റ്റുഡൻറ്റോ അവർക്ക് എബ്രോഡ് പോയി പഠിക്കണമെങ്കിൽ പല ഓപ്ഷൻസ് ഉണ്ട്. UK-ന് പോകാം, ഫ്രാൻസിൽ പോകാം, അയർലൻഡിൽ പോകാം, ഓസ്ട്രേലിയയിൽ പോകാം. സോ കാനഡ എന്തുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യണം? ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ക്വാളിഫൈഡ് യൂണിവേഴ്സിറ്റീസും കോളേജസും അവൈലബിൾ ആയിട്ടുള്ളൊരു കൺട്രിയാണ് കാനഡ. അതേപോലെ തന്നെ ട്യൂഷൻ ഫീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ട്യൂഷൻ ഫീസാണ് കാനഡ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയാണ് കാനഡ. കാരണം പല രാജ്യങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്ന ജനങ്ങളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മൾട്ടി കൾച്ചർ നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കാനഡയുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് കാനഡയിലുള്ളത്. അതേപോലെ തന്നെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ പെയ്ഡ് ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ കോഓപ്പറേഷണൽ പ്രോഗ്രാംസ്, പ്ലേസ്മെന്റ് ഇയേഴ്സ്, ഇങ്ങനെയുള്ള പ്രൊവിഷൻസ് എല്ലാം നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം ഒരു സ്റ്റുഡൻറ്റിന് കിട്ടുന്നുണ്ട്. പഠനത്തിന് ശേഷം PSW അല്ലെങ്കിൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടി, ഒരു ഓപ്ഷനും കൂടി ഓരോ സ്റ്റുഡൻറ്റിനും കിട്ടുന്നുണ്ട്. അതുവഴി നല്ല ജോബിലേക്ക് മാറാനുള്ള ഒരു ടൈം പീരീഡ് കൂടി ഒരു സ്റ്റുഡൻറ്റിന് കിട്ടുന്നുണ്ട്. ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം 2 വർഷം മുതൽ 3 വർഷം വരെ സ്റ്റേ ബാക്ക് ഓപ്ഷൻസ് ആണ് കാനഡ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനെ തുടർന്ന് പെർമനന്റ് റെസിഡൻസ് അല്ലെങ്കിൽ PR എന്നുള്ള ഒരു ഹൈലൈറ്റ്, കാനഡയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് PR. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് കോഴ്സ് പഠിച്ചതിന് ശേഷം PR-ലേക്ക് എത്തിപ്പെടാൻ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കാനഡയിൽ പോസിബിൾ ആയിട്ടുണ്ട്. സോ ഒരു സ്റ്റുഡൻറ്റ് കാനഡ ഓപ്റ്റ് ചെയ്യുമ്പോൾ ഈ സ്റ്റുഡൻറ്റ് കാനഡയിൽ എത്തുന്നത് വരെ ചെയ്യേണ്ട കുറച്ച് പ്രോസസ്സുകളുണ്ട്. നമ്മൾ ആ ഒരു പ്രോസസ് ഫ്ലോ ആണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ആദ്യമായിട്ടൊരു സ്റ്റുഡൻറ്റ് കാനഡ ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ IELTS റിക്വയർമെന്റ് മീറ്റ് ചെയ്യണം. IELTS അക്കാഡമിക് മൊഡ്യൂൾ എഴുതി ആ ഒരു റിക്വയർമെന്റ്, ലാംഗ്വേജ് റിക്വയർമെന്റ് മീറ്റ് ചെയ്യണം. അതിനുശേഷമാണ് കോഴ്സ് സെലക്ഷൻ, ക്യാമ്പസ് സെലക്ഷൻ അല്ലെങ്കിൽ കോളേജ് സെലക്ഷൻ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡോക്യുമെന്റേഷൻ ഫയലിംഗ് എല്ലാം കഴിഞ്ഞ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്റ്റുഡന്റിന് കണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടുന്നു. അതിനുശേഷം കണ്ടീഷണൽ ഓഫർ ലെറ്ററിലെ കണ്ടീഷൻസ് മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ LOA ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് കിട്ടുന്നു, അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ. സോ ഈ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ LOA റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേജ് ആണ് GIC അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് കാനഡയിൽ പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റുഡന്റ് GIC അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട്, ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്ന് പറയും, ആ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് 6 lakh rupees മെയിൻ്റെനൻസ് ഫണ്ട് കീപ്പ് ചെയ്യണം.
സോ ഈ ഒരു പ്രോസസ്സിനെയാണ് GIC അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഈ GIC അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും അതിനോടൊപ്പം ഫിനാൻഷ്യൽ ഡോക്യുമെന്റേഷൻ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ട്യൂഷൻ ഫീസ്, കോഴ്സിന്റെ ട്യൂഷൻ ഫീസ് നമ്മൾ ഫുൾ ഫീസ് നമ്മൾ പേയ്മെന്റ് ചെയ്യണം 1 ഇയറിന്റേത്. അത് പേയ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന മെഡിക്കൽ ചെക്കപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ വിസ ഫോം ഫയൽ ചെയ്തിട്ട് വിസ സബ്മിഷന് വേണ്ടി സബ്മിറ്റ് ചെയ്യുന്നു. അതിനുശേഷം വിസ ഗ്രാന്റ് ചെയ്ത് വരുന്നു. പിന്നീട് നമ്മൾ കാനഡയിലേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് ഒരു കാനഡയുടെ പ്രോസസ് ഫ്ലോ എന്ന് പറയുന്നത്. കാനഡയിലെ എല്ലാ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് കാനഡ, പ്രൊഫഷണൽ ഗവൺമെന്റ് ഓഫ് കാനഡ എന്ന് പറയുന്ന ഒരു ബോർഡാണ്. സോ ഇതിന്റെ കീഴിൽ വരുന്ന യൂണിവേഴ്സിറ്റീസ്, കോളേജസ് ആണ് ഒരു സ്റ്റുഡന്റ് എപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. കാനഡയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിൽ 3 ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെന്നുള്ളത്. ഒന്ന് യൂണിവേഴ്സിറ്റീസ്, രണ്ടാമത്തത് കമ്മ്യൂണിറ്റി കോളേജസ്, മൂന്നാമത്തത് പ്രൈവറ്റ് കോളേജസ്. സോ നമ്മൾ നോർമലി ഒരു സ്റ്റുഡന്റിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോളേജസിലേക്കായിരിക്കും. കാനഡയുടെ യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസിന്റെ ലെവല് നമ്മൾ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. ലോകത്തിലെ തന്നെ ആദ്യത്തെ 100 ടോപ്പ് യൂണിവേഴ്സിറ്റീസിൽ എടുത്തു കഴിഞ്ഞാൽ അതില് 3 യൂണിവേഴ്സിറ്റീസും കാനഡയിലുള്ളതാണ്. അതുകൂടാതെ ആദ്യത്തെ 300 യൂണിവേഴ്സിറ്റികൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ 20ഓളം യൂണിവേഴ്സിറ്റീസ് കാനഡയിൽ നിന്നുള്ളതാണ്. സോ കാനഡ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹൈ എഡ്യൂക്കേഷൻ ലെവല് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ഇനി നമ്മൾ കാനഡയിൽ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാംസ് ഒന്ന് നോക്കിയാലോ. കാനഡയിൽ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാംസ് എന്ന് പറയുന്നത് +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ UG ഡിപ്ലോമ പ്രോഗ്രാംസ് എടുക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അതല്ല, ബാച്ചിലേഴ്സ് കഴിഞ്ഞു വരുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ PG ഡിപ്ലോമ പ്രോഗ്രാംസോ എടുക്കാൻ ഓപ്ഷൻസ് ഉണ്ട്. ഇനി മാസ്റ്റേഴ്സ് കഴിഞ്ഞു വരുന്നവർക്ക് PhD പ്രോഗ്രാംസിലേക്ക് പോകാനുള്ള ഓപ്ഷൻസും കാനഡയിലുണ്ട്. സോ മെയിൻ പ്രോഗ്രാംസ് കാനഡയിലുള്ളത് UG ഡിപ്ലോമ, അതിനുശേഷം ഡിഗ്രി, അതിനുശേഷം PG ഡിപ്ലോമ, മാസ്റ്റേഴ്സ്, ദെൻ PhD. അപ്പോൾ ഇങ്ങനെയാണ് ലെവൽ ഓഫ് പ്രോഗ്രാംസ് കാനഡയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ ഓരോ പ്രോഗ്രാംസിനെ പറ്റി കണ്ടു. ഇനി ആ പ്രോഗ്രാംസിന്റെ ഡ്യൂറേഷൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോ ഒരു സ്റ്റുഡന്റ് +2 കഴിഞ്ഞ ഒരു സ്റ്റുഡന്റ് UG ഡിപ്ലോമ അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് എടുക്കുന്നതെങ്കിൽ അത് 2 വർഷത്തെ ഡ്യൂറേഷൻ ആണ് ഈ UG ഡിപ്ലോമ പ്രോഗ്രാമിനുള്ളത്. അഡ്വാൻസ് ഡിപ്ലോമ പ്രോഗ്രാമിന് 3 ഇയർ ഡിപ്ലോമ പ്രോഗ്രാംസും ഉണ്ട്. ഇനി ഒരു സ്റ്റുഡന്റ് +2 കഴിഞ്ഞിട്ട് ബാച്ചിലേഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ 4 ഇയർ ബാച്ചിലേഴ്സ് ആണ് കാനഡയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്ത്യയിലുള്ളതുപോലെ 3 ഇയർ ബാച്ചിലേഴ്സ് അല്ല, 4 ഇയർ ബാച്ചിലേഴ്സ് ആണ് കാനഡയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു സ്റ്റുഡന്റ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എടുക്കാൻ പറ്റിയ ഒരു പ്രോഗ്രാം PG ഡിപ്ലോമ പ്രോഗ്രാംസ് ആണ്. PG ഡിപ്ലോമ പ്രോഗ്രാംസ് നോർമലി 1 വർഷം മുതൽ 2 വർഷം വരെ ഡ്യൂറേഷൻ ഉള്ള പ്രോഗ്രാംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനിയിപ്പോ 4 ഇയർ ഡിഗ്രി കഴിഞ്ഞ ഒരു സ്റ്റുഡന്റ് മാസ്റ്റേഴ്സ് ആണ് എടുക്കാൻ പോകുന്നതെങ്കിൽ 2 വർഷത്തെ ഡ്യൂറേഷൻ ഉള്ള പ്രോഗ്രാംസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി മാസ്റ്റേഴ്സ് കഴിഞ്ഞ സ്റ്റുഡൻസിന് 2 മുതൽ 5 വർഷം ഡ്യൂറേഷൻ വരെയുള്ള PhD പ്രോഗ്രാംസ് എടുക്കാൻ പോകാൻ പറ്റും. സോ ഇതാണ് ഓരോ പ്രോഗ്രാംസിന്റെയും ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ പ്രോഗ്രാംസും എപ്പോഴൊക്കെയാണുള്ളത്, കാനഡയിലെ മേജർ ഇൻടേക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കാനഡയിൽ വരുന്ന മെയിൻ ഇൻടേക്ക് സെപ്റ്റംബറിലാണ്. അതുകൂടാതെ ജാനുവരിയിൽ ഒരു ഇൻടേക്ക് ഉണ്ട്, മെയ്യിൽ ഒരു ഇൻടേക്ക് ഉണ്ട്. ചില ലിമിറ്റഡ് യൂണിവേഴ്സിറ്റീസിൽ ജൂലൈ അല്ലെങ്കിൽ ഒക്ടോബർ ഈ 2 ഇൻടേക്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സോ മെയിൻ ഇൻടേക്സ് വരുന്നത് സെപ്റ്റംബർ ഇൻടേക്ക്, ജാനുവരി ഇൻടേക്ക്, മെയ് ഇൻടേക്ക്. ഈ 3 ഇൻടേക്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. നമ്മൾ ഓരോ പ്രോഗ്രാംസിന്റെ എൻട്രി ക്രൈറ്റീരിയ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് UG ഡിപ്ലോമ പ്രോഗ്രാമിന് ഒരു സ്റ്റുഡന്റ് മീറ്റ് ചെയ്യുന്ന എൻട്രി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 12th സ്റ്റാൻഡേർഡ് പാസ് ആയിട്ടുണ്ടാവണം. അത് കൂടാതെ 12th അറ്റ്ലീസ്റ്റ് ഒരു 55% മിനിമം സ്കോർ ഉണ്ടാവണം. ഇതാണ് എഡ്യൂക്കേഷണൽ എൻട്രി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി ഒരു സ്റ്റുഡന്റ് +2 ശേഷം ബാച്ചിലേഴ്സിലേക്കാണ് പോകുന്നതെങ്കിൽ 12th പാസ് ആയിട്ടുണ്ടാവണം. 12th 60% അബവ് സ്കോർ ഉണ്ടായിരിക്കണം. ഒരു സ്റ്റുഡന്റ് ഡിഗ്രിക്ക് ശേഷം PG ഡിപ്ലോമ എടുക്കാൻ പോകണമെന്നാണെങ്കിൽ ആ സ്റ്റുഡന്റ് മിനിമം 15 ഇയേഴ്സ് ഓഫ് ഫുൾ ടൈം എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവണം. അതായത് ഇന്ത്യയിലെ +2 അതിനുശേഷം 3 വർഷത്തെ ഡിഗ്രി. ഈ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്കാണ് PG ഡിപ്ലോമ പ്രോഗ്രാംസ് എടുക്കാൻ പോകാൻ പറ്റുള്ളൂ. അതിന് ഇന്ത്യയിൽ നിന്ന് പോകുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ ഡിഗ്രിക്ക് 55% അബവ് മാർക്ക് ഉണ്ടെങ്കിലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഒരു സ്റ്റുഡന്റ് മാസ്റ്റേഴ്സ് എടുക്കാൻ പോകണമെന്നാണെങ്കിൽ 16 വർഷത്തെ ഫുൾ ടൈം എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇന്ത്യയിൽ നിന്ന് 4 ഇയർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിന് മാത്രമേ ഡയറക്റ്റ് മാസ്റ്റേഴ്സ് എടുക്കാൻ പോകാൻ പറ്റുള്ളൂ. 65% എബവ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാസ്റ്റേഴ്സിന് എലിജിബിൾ ആവുള്ളൂ. സോ ഇതാണ് ഓരോ പ്രോഗ്രാമിന്റെയും എൻട്രി ക്രൈറ്റീരിയ വരുന്നത്. ഇനി അതേപോലെ തന്നെ ലാംഗ്വേജ് എലിജിബിലിറ്റി എന്ന് പറയുന്നതും കൂടി നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പോ IELTS ആണ് ഇപ്പോ കാനഡയിൽ അക്സെപ്റ്റ് ചെയ്യുന്നത്. PTE അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോ.
IELTS ആണെങ്കിൽ ഒരു സ്റ്റുഡന്റ് എഴുതേണ്ട എക്സാം എന്ന് പറയുന്നത് IELTS അക്കാഡമിക് മൊഡ്യൂളാണ്. അപ്പൊ ഒരു UG സ്റ്റുഡന്റ് ആണ്, UG ഡിപ്ലോമ ഒക്കെ പോകുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ IELTS ഓവറോൾ 6 ക്രാക്ക് ചെയ്താലാണ് പോകാൻ പറ്റുന്നത്. ബാച്ചിലേഴ്സ് ആണെങ്കിൽ ഓവറോൾ 6ഉം ഇൻഡിവിജ്വല് 6.5ഉം ക്രാക്ക് ചെയ്താലേ നമുക്ക് ബാച്ചിലേഴ്സിലേക്ക് എലിജിബിൾ ആവുള്ളൂ. ഒരു സ്റ്റുഡന്റ് PG ഡിപ്ലോമ പ്രോഗ്രാമിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഓവറോൾ 6ഉം ഇൻഡിവിജ്വല് 6.5ഉം സ്കോർ ചെയ്യണം. ഇനി ഒരു സ്റ്റുഡന്റ് മാസ്റ്റേഴ്സിലാണ് പോകുന്നതെങ്കിലും ഓവറോൾ 6ഉം ഇൻഡിവിജ്വല് 6.5ഉം സ്കോർ ചെയ്യണം. അപ്പോൾ IELTS അക്കാഡമിക് മൊഡ്യൂളിൽ ഈ പറഞ്ഞ ബാങ്ക് സ്കോർ മീറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ലാംഗ്വേജ് എലിജിബിലിറ്റി നമ്മൾ മീറ്റ് ചെയ്യൂ. സോ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിന് ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്, കാനഡയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എത്ര മണിക്കൂർ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റും. സോ ഈ പാർട്ട് ടൈം ജോബിന്റെ കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് ടൈം ജോബ് എന്ന് പറയുന്നത് ലോകത്ത് ഏത് രാജ്യത്ത് ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ചെന്നാലും കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് പാർട്ട് ടൈം ജോബ് എന്ന് പറയുന്നത്. കാനഡയിൽ ഒരു സ്റ്റുഡന്റിന് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ക്ലാസ് ഡേയ്സിലാണെങ്കിൽ ഒരു സ്റ്റുഡന്റിന് 20 മണിക്കൂറാണ് പെർ വീക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉള്ളത്. ഇനി സെം ബ്രേക്സോ അല്ലെങ്കിൽ ഷെഡ്യൂൾ ബ്രേക്സ്, ഹോളിഡേയ്സ് ഒക്കെ വരുമ്പോൾ ഒരു സ്റ്റുഡന്റിന് സെപ്പറേറ്റ് ആയിട്ടുള്ള വർക്ക് പെർമിറ്റ് ആണ് കിട്ടുന്നത്. അതായത് ഫുൾ ടൈം അവർക്ക് വർക്ക് ചെയ്യാം. ക്ലാസ് ഡേയ്സിൽ 20 hours പെർ വീക്ക് ആണെങ്കിൽ ഹോളിഡേയ്സിൽ ഫുൾ ടൈം ഇവർക്ക് വർക്ക് ചെയ്യാനുള്ള സെപ്പറേറ്റ് വർക്ക് പെർമിറ്റ് ആണ് കിട്ടുന്നത്. സോ നോർമലി എല്ലാ രാജ്യത്തും കിട്ടുന്നത് പോലെ കാനഡയിലും ഒരു സ്റ്റുഡന്റിന് 20 hours പെർ വീക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇനി ചില പ്രോഗ്രാംസ് ഉണ്ട്, കോഓപ്പറേഷണൽ പ്രോഗ്രാംസ്, ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് എന്നൊക്കെ പറയുന്നത്. സോ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് എടുക്കുന്ന സ്റ്റുഡൻസിന് ഇവർക്ക് കോഴ്സിനോട് കൂടെ തന്നെയുള്ള ഒരു 1 year ഇവർക്ക് ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ കിട്ടുന്നുണ്ടാവും. അതുകൂടാതെ അവിടെ വർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് എടുക്കുന്ന സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട്. നോർമലി കോഓപ്പറേഷണൽ പ്രോഗ്രാംസ് എടുക്കുന്ന സ്റ്റുഡൻസിന് ആ ഒരു പ്രോഗ്രാമിന് മന്ത്ലി പേയ്മെന്റ് ഇവർക്ക് കിട്ടുന്നതായിരിക്കും. ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 15 ദിവസം മുതൽ 30 ദിവസം വരെ ഇവർക്ക് ഇന്റേൺഷിപ്പ് ഉണ്ടാവും. ഇത് ചിലപ്പോ പെയ്ഡ് ആവാം, അൺപെയ്ഡ് ആവാം. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഡൗട്ട് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് PSW അല്ലെങ്കിൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എന്ന് പറയുന്ന ഒരു മേഖല. കാനഡയിലേക്ക് ഒരു സ്റ്റുഡന്റ് പഠിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് എത്ര വർഷമാണ് പഠനത്തിന് ശേഷം അവർക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുന്നത്, ജോബ് സീക്കർ ടൈം പീരീഡ് എത്രയാണ് കിട്ടുന്നത്, ഇങ്ങനെയുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നോർമലി ഈ ഒരു ടൈം പീരീഡിനെ പറയുന്നതാണ് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് പഠനത്തിന് ശേഷം ജോലി കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ടൈം പീരീഡ് കാനഡയിൽ എത്രയാണെന്നുള്ളത് പല ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും. നമ്മൾ അതൊന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കാനഡയിലെ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് 8 മാസത്തിലധികം ഡ്യൂറേഷൻ ഉള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ മാത്രമേ ഈ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ PSW അതല്ലെങ്കിൽ സ്റ്റേ ബാക്ക് എന്നൊക്കെ പറയുന്ന ഈ ഒരു ഓപ്ഷൻ കിട്ടുള്ളൂ. അതിന് 8 മാസത്തിലധികം ഡ്യൂറേഷൻ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ ഈ ഒരു ബെനിഫിറ്റ് അവർക്ക് കിട്ടുള്ളൂ. നോർമലി ഒരു 1 year പ്രോഗ്രാം ആണ് ഒരു സ്റ്റുഡന്റ് എടുക്കുന്നതെങ്കിൽ ആ സ്റ്റുഡന്റിന് കിട്ടുന്ന സ്റ്റേ ബാക്ക് അല്ലെങ്കിൽ PSW 1 year ആണ്. 2 വർഷമോ അതിൽ കൂടുതലോ ആണ് ഇവരുടെ കോഴ്സ് ഡ്യൂറേഷൻ എങ്കിൽ ഇവർക്ക് അപ് ടു 3 years സ്റ്റേ ബാക്ക് കിട്ടും. 3 വർഷം വരെ ഇവർക്ക് സ്റ്റേ ബാക്ക് കിട്ടും. അപ്പൊ ഇതാണ് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് ഓരോ സ്റ്റുഡന്റിനും കിട്ടുന്നത്. ഇനി ഈ ഒരു ബെനിഫിറ്റിന് ഒരു സ്റ്റുഡന്റ് എലിജിബിൾ ആകണമെങ്കിൽ അവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ തന്നെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് അവർ ഈ ഒരു സ്റ്റേ ബാക്ക് ഓപ്ഷന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. അതുകൂടാതെ ഈ സ്റ്റേ ബാക്ക് പീരീഡിൽ ഇവർക്ക് പെർമനന്റ് റെസിഡൻസിനോ അല്ലെങ്കിൽ ജോബ് ഓഫറിനോ വേണ്ടിയിട്ട് ഇവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ PSW ആണ് ഒരു സ്റ്റുഡന്റിന് PR പോകാനുള്ള ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആണ് ഈ പറയുന്ന സ്റ്റേ ബാക്ക് അല്ലെങ്കിൽ PSW എന്ന് പറയുന്നത്. സോ അപ്പോ നമ്മൾ ഇതുവരെ നമ്മൾ ചെക്ക് ചെയ്തത് ഒരു സ്റ്റുഡന്റ് കാനഡയിൽ പഠിക്കാൻ പോകുമ്പോൾ മീറ്റ് ചെയ്യേണ്ട ലാംഗ്വേജ് എലിജിബിലിറ്റി, എഡ്യൂക്കേഷണൽ ക്രൈറ്റീരിയ, അതുപോലെ കോഴ്സ് ഡ്യൂറേഷൻസ്, ഇതെല്ലാമാണ് നമ്മൾ ഇതുവരെ നമ്മൾ ചെക്ക് ചെയ്തത്. സോ ഇനി നമ്മൾക്കുള്ള ഡൗട്ട് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാൻ വേണ്ടി പോകാൻ എത്ര രൂപ ചെലവാകും, ഇതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. അപ്പൊ ഒരു സ്റ്റുഡന്റ് കാനഡയിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ UGയോ അല്ലെങ്കിൽ UG ഡിപ്ലോമയോ എടുക്കാൻ പോകുന്ന സ്റ്റുഡന്റിന് ഏകദേശം കോളേജിൽ, കാനഡിയൻ കോളേജിൽ ചെലവാകുന്നത് 8 to 10 lakhs ഇടയിൽ ഫീസ് വരും. 8 ലക്ഷം മുതൽ 10 ലക്ഷത്തിനിടയിൽ ഇവർക്ക് ഫീസ് വരും. അതുകൂടാതെ ഈ ഫീസ്, ഈ 1 year ഫീസ് ഇവര് പോകുന്നതിന് മുൻപ് തന്നെ ഫുൾ ഫീസ് അടച്ചിട്ട് വേണം ഇവർക്ക് പോകാൻ, എങ്കിൽ മാത്രമേ ഇവർക്ക് LOA ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് കിട്ടുള്ളൂ. ഇനി യൂണിവേഴ്സിറ്റീസിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡിഗ്രി പ്രോഗ്രാംസിനാണെങ്കിൽ ഏകദേശം ഒരു 12 ലക്ഷത്തിൽ താഴെ ഇവർക്ക് ഫീസ് വരുന്നുണ്ട്. ഇനി ഒരു സ്റ്റുഡന്റ് PG ഡിപ്ലോമ അല്ലെങ്കിൽ മാസ്റ്റേഴ്സിനാണ് പോകുന്നതെങ്കിൽ അവർക്ക് ഒരു 10 മുതൽ 14 ലക്ഷത്തിനിടയിൽ ഫീസ് വരുന്നുണ്ട്. പെർ ഇയർ ഉള്ള ഫീസ് ഇവര് കംപ്ലീറ്റ് പേയ്മെന്റ് ചെയ്തിട്ട് വേണം ഒരു സ്റ്റുഡന്റ് പോകാൻ. ഇനി ഇത് കൂടാതെ ഇവർക്ക് വരുന്ന ലിവിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്
ഒരു വർഷത്തേക്ക് 6 ലക്ഷം രൂപയാണ് ഇവര് ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. ജർമ്മനി പോലെയുള്ള രാജ്യങ്ങളിൽ നമ്മൾ ചെയ്യുന്ന സെയിം പ്രോസസ്സാണ് കാനഡയിലും ചെയ്യുന്നത്. നമ്മൾ GIC അക്കൗണ്ട് കാനഡയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ സ്റ്റുഡന്റിന്റെ പേരിൽ FD പോലെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ നമ്മൾ 6 lakh rupees ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഈ ഒരു എമൗണ്ട് 1 ഇയറിലേക്ക് ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇടേണ്ടത്. സോ ഇത് ഒരു സ്റ്റുഡന്റിന് 1 ഇയറിന്റെ എക്സ്പെൻസ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം, അതല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലേക്കുള്ള ഫീസ് ആയിട്ട് ഇവർക്ക് യൂസ് ചെയ്യാം. അതെല്ലാം സ്റ്റുഡൻസിന്റെ രീതിക്ക് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. സോ 6 lakh rupees ആണ് ഇവർക്ക് GIC അക്കൗണ്ടിൽ കീപ്പ് ചെയ്യേണ്ടത്. സോ ഇതാണ് ഏകദേശം എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇനി കാനഡയുടെ ഒരു ഗോൾഡൻ റൂൾ ആണ് നമ്മൾ പറയുന്നത്. കാനഡയിൽ ഒരു സ്റ്റുഡന്റ്, ഇന്റർനാഷണൽ സ്റ്റുഡന്റ് 5 years സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ അവർ PR-ന് എലിജിബിൾ ആവും. മറ്റ് രാജ്യങ്ങളിലെ ഒരു സ്റ്റുഡന്റ് PR-ന് എലിജിബിൾ ആവണമെങ്കിൽ ജോബ് വിസ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. പക്ഷെ കാനഡയിൽ 5 year സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു സ്റ്റുഡന്റ് PR-ന് എലിജിബിൾ ആവും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു UG ഡിപ്ലോമ 2 years പഠിക്കാൻ പോകുന്ന സ്റ്റുഡന്റ് ആണ്, അല്ലെങ്കിൽ 2 വർഷത്തെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഇവർക്ക് സ്റ്റേ ബാക്ക് കിട്ടുന്നത് 3 years ആണ്. അപ്പോൾ 2 വർഷത്തെ കോഴ്സ് പ്ലസ് 3 years സ്റ്റേ ബാക്ക്, ടോട്ടൽ 5 years ഇവർക്ക് കാനഡയിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ടൈം ഡ്യൂറേഷനിൽ തന്നെ ഒരു സ്റ്റുഡന്റ് PR-ന് എലിജിബിൾ ആവും. ഇതാണ് കാനഡയുടെ ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു PR ഓപ്ഷൻ ഉള്ളത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് കാനഡ അവരുടെ സ്റ്റഡി അബ്രോഡ് ഡ്രീം ആയിട്ട് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. സോ കാനഡയെ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും കമന്റ്സിൽ രേഖപ്പെടുത്താം. അതുകൂടാതെ ഞങ്ങളുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ട്, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. സോ ഇതുപോലെ ഇൻഫോർമേറ്റീവും അതുപോലെ സ്റ്റഡി അബ്രോഡ് ഡെസ്റ്റിനേഷൻസിനെ പറ്റിയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.